Welcome to the new session on binomial option pricing model. Today we will look into the calculation part in detail. Just to remind you, before going into detail and solving the problem relating with the option price, you must be familiar with the concepts. If you are not having any knowledge, kindly refer to my earlier video based on the concept and then come back to this session. Thank you. Just summing up the binomial option pricing model. The binomial model is based on a special case in which the price of a stock in any period can move to one of the two possible prices. That is, the prices can go up by U percentage or go down by D percentage. That is, the only two possibilities of a stock on maturity is the upper price denoted as US and lower price denoted as DS. അതായത് ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ ബൈനോമിയൽ മോഡൽ ഒരു പ്രത്യേക കേസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒരു സ്റ്റോക്കിൻ്റെ വില ഏത് കാലഘട്ടത്തിലും സാധ്യമായ രണ്ട് വിലകൾ ഒന്നിലേക്ക് മാറാൻ കഴിയും. അങ്ങനെ വിലകൾ ഒന്നുകിൽ U% ഉയരും അല്ലെങ്കിൽ D% കുറയും. Let us look into how to calculate the binomial option pricing model. It is divided into 4 steps. The step number 1, write the given notations. So step number 2, find out the risk neutral probability. The step number 3, plot the binomial tree with the given notations. The step number 4, find out the value of the option. Have a look into the first question. The market price is given as rupees 400. Exercise price is 440. Risk-free interest is 10% per annum. The probable market price at the end of the year will be 360 and 480. Determine the value of the call option using binomial option pricing model. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് 10% പെർ ആനം ആണ്. അതുപോലെ ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ ആണ് നമ്മൾ നോക്കേണ്ടത്. 360 480 ആണ്. ടൈം പീരീഡ് 1 ഇയർ ആണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ കോൾ ഓപ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കോൾ ഓപ്ഷൻ്റെ പ്രത്യേകത, പ്രൈസ് ഹയർ ആകുമ്പോഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യാനാണ് കോൾ ഓപ്ഷൻ്റെ കാര്യം നോക്കുന്നത്. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റെപ്പ് 1 എസ് പറയുന്നത് കറണ്ട് പ്രൈസാണ്, തന്നേക്കുന്നത് 400 ആണ്. യു പറയുന്നത് ശ്രദ്ധിക്കണം അപ്പർ പ്രൈസാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് എത്ര തവണ എത്ര മടങ്ങ് കറണ്ട് പ്രൈസിനെക്കാട്ടിൽ അപ്പർ പ്രൈസ് കൂടിയെന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന കറണ്ട് പ്രൈസ് 400 ആണ്, പക്ഷേ അപ്പർ പ്രൈസ് ആയിരിക്കുന്നത് 480 ആണ്. അങ്ങനെയാണെങ്കിൽ 400 480 എത്ര മടങ്ങ് ഉയർന്നു എന്നാണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് 1.2 ടൈംസ് ഇൻക്രീസ്. ഇനി ഡി പറയുന്നത് ഡൗൺ പ്രൈസ് ആണ്. അതും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇത് എത്ര മടങ്ങാണ് അത് കുറഞ്ഞേക്കുന്നത്. 400 ആണ് കറണ്ട് പ്രൈസ്, 360 വന്നെങ്കിൽ അത് എത്ര മടങ്ങാണ് കുറഞ്ഞേക്കുന്നത്. 0.9 ടൈംസ് ഡിക്രീസ്. പിന്നെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് ആണ്. അത് ഈ ഫോർമുല 1+i. ഇപ്പം 10% ആണെങ്കിൽ 1 + 10%, ദാറ്റ് ഈസ് 1.1. സ്റ്റെപ്പ് 2 റിസ്ക് ന്യൂട്രൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷൻ P = R - D / U - T. U 1.2, D 0.9, R 1.1. P അപ്പോഴത്തേക്ക് 0.2 ഡിവൈഡ് ബൈ 0.3, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.667. സ്റ്റെപ്പ് 3 ബൈനോമിയൽ ട്രീ പ്ലോട്ട് ചെയ്യുന്നു. എസ് 400 ആണ്. 400 നിന്ന് അപ്പർ പ്രൈസ് 480 കയറി. അതുപോലെ തന്നെ 400 നിന്ന് 360 ഡൗൺ പ്രൈസിലേക്ക് വന്നു. പ്രോബബിലിറ്റി 0.667 ആണ്. 1 - P പറയുന്നത് 0.333 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സി യു കണ്ടുപിടിക്കുന്നു. സി യു മീൻസ് ഗ്രോസ് പേ ഓഫ് ആണ്. അത് നമ്മുടെ എക്സസൈസ് പ്രൈസിൽ നിന്ന് അപ്പർ പ്രൈസിലേക്ക് എത്ര വ്യത്യാസം വന്നു അതായിരിക്കും നമ്മുടെ ലാഭം. എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രൈസ് നമുക്ക് 440 ആണ്. പക്ഷേ നമുക്കിപ്പം അപ്പർ പ്രൈസായിട്ട് വന്നേക്കുന്നത് 480 ആണ്. അപ്പോൾ 480 - 440 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽസ് ടു സി യു. പിന്നെ അടുത്ത കോൾ ഓപ്ഷൻ പറയുന്നത് ലാപ്സ് കോളാണ്. കാരണം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളത് നമ്മൾ എടുക്കത്തില്ല, നമ്മളത് ലാപ്സാക്കി കളയും, യൂസ് ചെയ്യത്തില്ല. അപ്പം സി ഡി പറയുന്നത് ലാപ്സ് കോൾ എപ്പോഴും 0 ആയിരിക്കും. കോൾ ഓപ്ഷൻ്റെ പ്രത്യേകത പ്രൈസ് കൂടുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ
പുട്ട് ഓപ്ഷൻ്റെ പ്രത്യേകത പ്രൈസ് കുറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കോൾ ഓപ്ഷൻ്റെയാണ് നമ്മൾ നോക്കുന്നത്, വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കോൾ ഓപ്ഷൻ. ഫോർത്ത് സ്റ്റെപ്പിൽ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ ഈക്വൽസ് ടു CU ഇൻറ്റു P പ്ലസ് 1 മൈനസ് P ഇൻറ്റു CD ഡിവൈഡ് ബൈ R. CU നമുക്ക് കിട്ടി, ഗ്രോസ് പേ ഓഫ് ആണ് 40 rupees. CD ലാപ്സ് കോൾ ആണ്, 0 ആണ്. പ്രോബബിലിറ്റി 0.667 ആണ്. ഇനി R ഈക്വൽസ് ടു 1.1 ആണ്. അങ്ങനെ നമുക്ക് CO ഈക്വൽസ് ടു 26.68 ഡിവൈഡ് ബൈ 1.1. ദാറ്റ് ഈസ് ഈക്വൽ ടു the price of the call option is 24.25. The second question, the market price rupees 500, exercise price 510, risk-free interest 10% per annum. The probable market price at the end of the year will be the higher price 600, lower price 400. Determine the value of the call option using binomial option pricing model. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് 10% പെർ ആനം, അതുപോലെ തന്നെ ദ ഹയർ പ്രൈസ് 600, ലോവർ പ്രൈസ് 400 ഉണ്ട്. ടൈം പീരീഡ് 1 year ആണ്. അതുപോലെ തന്നെ ഇത് നോക്കേണ്ടത് വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ യൂസിങ് ബൈനോമിയൽ പ്രൈസിങ് മോഡലാണ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 1 തന്നിരിക്കുന്ന നൊട്ടേഷൻസ് എടുത്തെഴുതുന്നു. യെസ് പറയുന്ന കറണ്ട് പ്രൈസ് 500 ആണ്. യു അപ്പർ പ്രൈസ് 600 ആണ്. പക്ഷേ 500 നിന്ന് 600 പോയ എത്ര തവണയാണ് 1.2 ടൈംസ് ആണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഡൗൺ പ്രൈസ് പറയുന്നത് 400 ആണ്. 500 നിന്ന് 400ലേക്ക് പോയപ്പോഴത്തേക്ക് എത്ര തവണ കുറഞ്ഞു, ദാറ്റ് ഈസ് 0.8 ടൈംസ് ഡിക്രീസ്. പിന്നെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് ആണ്, അതിന് 10%, എപ്പോഴും എഴുതുന്നത് 1 + 10%, ദാറ്റ് ഈസ് 1.1. സ്റ്റെപ്പ് നമ്പർ 2 റിസ്ക് ന്യൂട്രൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷൻ P ഈക്വൽസ് ടു R മൈനസ് D ബൈ U മൈനസ് D. അങ്ങനെ നമ്മൾ P ഈക്വൽസ് ടു 0.3 ഡിവൈഡ് ബൈ 0.4, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി 0.75 നമുക്ക് കിട്ടുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ബൈനോമിയൽ ട്രീ പ്ലോട്ട് ചെയ്യുന്നു. എസ് 500 ആണ്. 500 നിന്ന് 600ലേക്ക് പോയി, 500 നിന്ന് 400ലേക്ക് പോകുന്നു. 500 നിന്ന് 600 പോകുമ്പോഴുള്ള പ്രോബബിലിറ്റി 0.75 ആണ്. 500 നിന്ന് 400ലേക്ക് കുറയുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1 - P ആണ്, ദാറ്റ് ഈസ് 0.25. അതുപോലെ തന്നെ പിന്നെ എക്സസൈസ് കോൾ നമ്മൾ നോക്കുന്നു, അതായത് പ്രോഫിറ്റ് നമ്മൾ കാണണം. അതുപോലെ ലാബ്സ് കോളും നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ CU പറയുന്നത് ഗ്രോസ് പേ ഓഫ് ആണ്. 510 നിന്ന്, അതായത് എക്സസൈസ് പ്രൈസിൽ നിന്ന് നമ്മൾ അപ്പർ പ്രൈസിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രോസ് പേ എത്രയാണ്, മൊത്തമായിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് 90 ആണ്. 600 - 510. പിന്നെ അത് ലാബ്സ് കോൾ എന്നാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോക്കത്തില്ല, കാരണം ഇവിടെ നോക്കുന്ന കാര്യം കോൾ ഓപ്ഷനാണ്. പ്രൈസ് ഉയരുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം നമ്മളത് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. CD 0-യും CU 90. സ്റ്റെപ്പ് നമ്പർ 4 വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ, ദാറ്റ് ഇസ് CU ഇൻറ്റു P പ്ലസ് 1 - P ഇൻറ്റു CD ഡിവൈഡ് ബൈ R. CU 90, CD 0, പ്രോബിലിറ്റി 0.75, R 1.1. അങ്ങനെ CO, ദാറ്റ് ഇസ് കോൾ ഓപ്ഷൻ്റെ വാല്യൂ 67.5 ഡിവൈഡ് ബൈ 1.1 നമുക്ക് കിട്ടുന്നു 61.36. The third question, the period is 3 months, market price 500, exercise price 530, risk free interest 12% compounded annually. The put option on maturity, higher price 600, lower price 400. Determine the value of the put option using binomial option pricing model. ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വാല്യൂ കാണേണ്ടത് കോൾ ഓപ്ഷൻ അല്ല, പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ്റെ പ്രത്യേകത, പ്രൈസ് കുറയുമ്പോഴാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത്. കോൾ ഓപ്ഷൻ ആണെങ്കിൽ പ്രൈസ് കൂടുമ്പോഴാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് പീരീഡ് 3 months ആണ്. അതുപോലെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് 12% കോമ്പൗണ്ടഡ് ആനുവലി ആണ്. നമ്മൾ കാണേണ്ടത് കോമ്പൗണ്ടഡ് ആനുവലിയിൽ നിന്ന് നമ്മൾ 3 monthsലേക്ക് അതിൻ്റെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് കാണണം. ഹയർ പ്രൈസ് 600-ഉം ലോവർ പ്രൈസും 400 ഉണ്ട്. പുട്ട് ഓപ്ഷനിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം അതിൻ്റെ പ്രൈസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന നൊട്ടേഷൻസ് എല്ലാം എടുത്ത് ചെയ്യണം. എസ് കറണ്ട് പ്രൈസ് 500, യു അപ്പർ പ്രൈസ് 1.2 times ഇൻക്രീസ് ആണ്. ഡൗൺ പ്രൈസ് ആണെങ്കിൽ 0.8 times ഡിക്രീസ് ആണ്.
റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റിട്ടേൺ നമ്മൾ നോക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1+i⁴n, that is 1+12/100, that is 12%, but it is for 3 months, the power 3/12. അങ്ങനെയാണെങ്കിൽ 1.12 the power 0.25. അത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ 1.12 പവർ 0.25 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസിലി ആയിട്ട് നമുക്ക് കിട്ടും 1.0287. സ്റ്റെപ്പ് 2ൽ റിസ്ക് ന്യൂട്രൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷൻ P = R-D/U-D. അങ്ങനെ U 1.2, D 0.8, R 1.0287. അങ്ങനെ P നമുക്ക് കിട്ടുന്നു 0.2287 ഡിവൈഡ് ബൈ 0.4, ദാറ്റ് ഈസ് 0.572 ആണ് പ്രോബബിലിറ്റി. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ബൈനോമിയൽ ട്രീ പ്ലോട്ട് ചെയ്യുന്നു. എസ് 500 ആണ്. 500 600 ഉയരുന്നു, 500 400 കുറയുന്നു. പ്രോബബിലിറ്റി ഉയരുമ്പോഴുള്ള പ്രോബബിലിറ്റി 0.572, പിന്നെ കുറയുമ്പോഴുള്ള പ്രോബബിലിറ്റി 1 - P, ദാറ്റ് ഈസ് 0.428. പിന്നെ സി യും സി ഡിയും നമ്മൾ കണ്ടുപിടിക്കണം. സി യു എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് കുറയുമ്പോഴാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ സി ഡി = 530 - 400. ഇപ്പോൾ അവിടെ സി യു 0 ആണ്, കാരണം അത് ലാപ്സ് പുട്ടായിപ്പോയി. കാരണം നമ്മൾ പ്രൈസ് കുറയുമ്പോഴാണ് ഈ എക്സിക്യൂഷൻ നടത്തുന്നത്. അത് പുട്ട് ഓപ്ഷൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ സി ഡി 130 ആയിട്ട് മാറുന്നു, സി യു 0 ആയിട്ട് മാറുന്നു. സ്റ്റെപ്പ് നമ്പർ 4ൽ നമ്മൾ വാല്യൂ ഓഫ് ദ പുട്ട് ഓപ്ഷൻ നമ്മൾ കാണുന്നു. ഫോർമുല CU × P + 1 - P × CD ഡിവൈഡ് ബൈ R. ഫോർമുലയ്ക്ക് ഒരു വ്യത്യാസമില്ല, വാല്യൂസിനാണ് വ്യത്യാസം വന്നേക്കുന്നത്. ഇവിടെ CU 0യും CD 130യും. പ്രോബബിലിറ്റി 0.572 ആണ്. പിന്നെ R 1.0287. അങ്ങനെ വാല്യൂ നമ്മൾ കിട്ടുന്നു 55.64 ഡിവൈഡ് ബൈ 1.0287. വാല്യൂ 54.087 ആണ് പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പീരിയഡ് ഈസ് 6 months, market price is 100 rupees, exercise price 105 rupees, risk free interest is 10% per annum. The call option on maturity, the higher price 110, lower price 90 rupees. Determine the value of call option using the binomial option pricing model. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് ദ പീരീഡ് 6 months ആണ്, ബട്ട് ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് 10% പെർ ആനം ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് 6 monthsലേക്ക് ആക്കണം. പിന്നെ അതുപോലെ തന്നെ കോൾ ഓപ്ഷനാണ് വന്നേക്കുന്നത്. പിന്നെ മച്യൂരിറ്റി പീരീഡ് ഉണ്ട്, അതിന് ഹയർ പ്രൈസും ലോവർ പ്രൈസും പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 1ൽ നമ്മൾ നൊട്ടേഷൻസ് എഴുതുന്നു. യെസ്, കറണ്ട് പ്രൈസ് 100 ആണ്, അപ്പർ പ്രൈസ് 110 ആണ്. 100ൽ നിന്ന് 110 ആയപ്പോൾ 1.1 ടൈംസ് ഇൻക്രീസ് ആയി. ഡി പറയുന്നത് ലോവർ പ്രൈസ് ആണ്, ദാറ്റ് ഈസ് 90 rupees ആണ്. അപ്പോൾ 100ൽ നിന്ന് 90ലേക്ക് ആകുവാണെങ്കിൽ 0.9% ഡിക്രീസ് ആയെന്നർത്ഥം. പിന്നെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1 + i 10% പെർ ആനം ആണ്, ബട്ട് ഫോർ 6 months നമ്മൾ കാണണം, ദാറ്റ് ഈസ് 1.05. സ്റ്റെപ്പ് 2ൽ റിസ്ക് ന്യൂട്രൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷൻ P = R - D ഡിവൈഡ് ബൈ U - D. U 1.1, D 0.9, R 1.05. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ P = 0.15 ഡിവൈഡ് ബൈ 0.2, ദാറ്റ് ഈസ് 0.75 ആണ് പ്രോബബിലിറ്റി. തേർഡ് സ്റ്റെപ്പിൽ ബൈനോമിയൽ ട്രീ പ്ലോട്ട് ചെയ്യുന്നു. എസ് 100 ആണ്, U 110 ആണ്, D 90 ആണ് ലോവർ പ്രൈസ്. അതിൻ്റെ പ്രോബബിലിറ്റി 0.75. പിന്നെ എക്സസൈസ് കോള് അതിൻ്റെ CU പറയുന്നത് 110 - 105, ദാറ്റ് ഈസ് 5 ആണ് ഗ്രോസ് പേ ഓഫ്. CD ലാപ്സ് കോളാണ് 0 ആണ്. സ്റ്റെപ്പ് 4ൽ ദ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ കണ്ടുപിടിക്കുകയാണ്. ഫോർമുല CU × P + 1 - P × CD ഡിവൈഡ് ബൈ R. CU 5, CD 0, P 0.75, R 1.05. That is equals to 3.75 divided by 1.05. That is equals to 3.57.